ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ബാർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കോച്ചിങ്ങും അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും അത് എങ്ങനെ അപ്ലൈ ചെയ്യണം, നമ്മുടെ കോച്ചിങ് എന്താണ്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളെല്ലാം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞു വരുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ടു അഡ്മിഷൻ ഓഫ് ബാർക്ക് ട്രെയിനിങ് സ്കൂൾ OECS ആൻഡ് DGFS. ഇത് രണ്ടും എന്താണെന്നുള്ള കാര്യം നമ്മൾ താഴേക്ക് ചെല്ലുമ്പോൾ പറയും. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് രീതികളിലാണ് നമ്മുടെ എഞ്ചിനീയേഴ്സിനെ ഇവരെ വിളിച്ചിരിക്കുന്നത്. ഒന്ന് അവരുടെ തന്നെ ട്രെയിനിങ്ങും, രണ്ട് MTechോട് കൂടി തന്നെ അവർ ജോലിക്ക് എടുക്കുന്ന രീതിയിൽ. അപ്പൊ എനിവേ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയാം. അപ്പൊ എനിവേ ഇത് പറഞ്ഞ ബാർക്ക് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമുക്കറിയാം ഇതിനെക്കുറിച്ച്. ഇവിടെ ബാർക്ക് എന്ന് പറഞ്ഞ ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ, അവിടേക്ക് നമ്മൾ സയന്റിഫിക് ഓഫീസേഴ്സ് ആയിട്ടാണ് ഗ്രൂപ്പ് എ സയന്റിസ്റ്റ് പോസ്റ്റിലോട്ടാണ് ഇവർ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ട്രെയിനിങ് സ്കീം എന്താണ്, ഇതെല്ലാം ഡീറ്റെയിൽസും നമ്മുടെ ഈ പറഞ്ഞു വന്ന ഏതിൻ്റെ അകത്തുണ്ട്, ഇവരുടെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നേരെ കിട്ടും അവിടെ തന്നെ. അപ്പോൾ നേരെ പോയി നമുക്ക് ഈ പറഞ്ഞ ഞാനിപ്പോൾ കാണിക്കുന്ന PDF നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത് വെച്ച് നിങ്ങൾ എന്തായാലും ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇവിടെ ഒരു കാര്യം പറയട്ടെ, ഗേറ്റിന് പ്രിപ്പയർ ചെയ്തിട്ട് കിട്ടാത്ത ഒത്തിരി പേർക്ക് ജോലി കിട്ടിയ സ്ഥലമാണ്. 1 lakh ഒരു 57,000 വരെ നമുക്ക് സാലറി കിട്ടുന്നുണ്ട് ആഫ്റ്റർ ട്രെയിനിങ്. ഇനിയും ഒരു കാര്യം പറയട്ടെ, ഈ പറഞ്ഞ നമ്മുടെ DAFS വഴിയാണെങ്കിൽ ഈ പറഞ്ഞു വന്ന MTech കഴിയുമ്പോഴാണ് അത് കിട്ടുന്നത്. പക്ഷെ MTech പഠിക്കാൻ തന്നെ മാസം 70,000 രൂപ സാലറി വരുന്നുണ്ട്. അപ്പൊ എനിവേ നമുക്ക് ഇത് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ബാർക്ക് ട്രെയിനിങ് സ്കൂൾ പ്രൊവൈഡ് 2 ട്രെയിനിങ് പ്രോഗ്രാം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് OCES 2025, DGFS 2025. OCES 2025 എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തെ ട്രെയിനിങ് അവരുടെ തന്നെ സ്ഥലത്ത്, അവരുടെ തന്നെ ട്രെയിനിങ് സ്കൂളിൽ ബാബ ആറ്റോമിക് റിസർച്ചിന്റെ ട്രെയിനിങ് ആയിട്ട് നടത്തി അവർ എക്സാം നടത്തി അതിൽ പെർഫോം ചെയ്യുന്നവർക്ക് ഇൻക്രിമെന്റും ആ സമയത്ത് തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞു വന്ന 1,47,000 അല്ല, കൂടെ ഇൻക്രിമെന്റും ഈ പറയുന്ന പെർഫോമൻസ് ബേസിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവരെ ഓറിയന്റേഷൻ കോഴ്സ് ഫോർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആൻഡ് സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് OCES അതാണ്. ഇനി DAE ഗ്രാജുവേറ്റ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് DGFS എന്നാണ് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ NIT അല്ലെങ്കിൽ IIT-കളിൽ അല്ലെങ്കിൽ IISc ബാംഗ്ലൂരിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് MTech പ്രോഗ്രാം വരുന്നത്. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. അപ്പൊ ഇത് സയന്റിസ്റ്റ് ആകാനുള്ള ഒരു മെയിൻ കോഴ്സ് തന്നെയാണ് ഈ പറഞ്ഞു വന്നത്, അല്ലെങ്കിൽ ഒരു മെയിൻ ട്രെയിനിങ് തന്നെയാണ് ഇവിടെ പറഞ്ഞു വന്നത്. സക്സസീവ് കംപ്ലീഷൻ ഓഫ് ട്രെയിനിങ് സ്കീം ഗ്രാജുവേറ്റ്സ് എംപ്ലോയ്ഡ് ടു സയന്റിഫിക് ഓഫീസർ C, one of the DAE യൂണിറ്റ്. ഈ ആറ്റോമിക് നമ്മുടെ ഇതിൻ്റെ അകത്ത് വരുന്ന ഏതെങ്കിലും ഒരു DAE യൂണിറ്റിലായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മുടെ ഓറിയന്റേഷൻ OCES-നെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. OCES-നെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് മെയിനായിട്ട് അവർ പറയുന്നത് മിനിമം 50 അഗ്രിഗേറ്റ് മാർക്ക് ഉണ്ടാകണം. നമ്മൾ ട്രെയിനി സയന്റിഫിക് ഓഫീസർ അത് സയന്റിഫിക് ഓഫീസർ C ഗ്രേഡിലോട്ടാണ് ആദ്യം കയറുന്നത്. ബാബ ആറ്റോമിക് സെന്റർ ബാർക്ക് മുംബൈയിലുണ്ട്, ഇന്ദിരാഗാന്ധി സെന്റർ ഓഫ് ആറ്റോമിക് റിസർച്ച് IGCAL കൽപ്പാക്കത്തിലുണ്ട്, ഇൻഡോറിലുണ്ട്, കൊൽക്കത്ത, മുംബൈ, അങ്ങനെ പല ഹെവി വാട്ടർ ബോർഡ് മുംബൈ, അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇതിന്റെ ട്രെയിനിങ് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആയിരിക്കും നമുക്ക് ട്രെയിനിങ് വരുന്നത്. നമ്മൾ ഈ പറഞ്ഞു വന്ന നമ്മുടെ ഇന്റർവ്യൂവിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും ഇവിടെ എവിടെയാണ് കിട്ടാൻ പോകുന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ അതിന് ട്രെയിനി സയന്റിഫിക് ഓഫീസർ എന്നാണ് വിളിക്കുന്നത് ആ പോസ്റ്റിനെ. അടുത്ത DAE ഗ്രാജുവേറ്റ്, അതിന് DGFS എന്നാണ് വിളിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ MTech പ്രോഗ്രാമാണ്. സെലക്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതാ ഞാൻ പറഞ്ഞു വന്ന IIT-കള്, NIT-കള്, പിന്നെ IISc ബാംഗ്ലൂർ. അതൊക്കെ നമ്മൾ ഈ കിട്ടുന്നതിനും നമ്മുടെ മാർക്കിനനുസരിച്ചൊക്കെയാണ് എവിടെയാണ് കിട്ടാൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന പോസ്റ്റ് കഴിയുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് എ ഗസറ്റഡ് ഓഫീസറായിട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സയന്റിസ്റ്റ് ആയിട്ടാണ് നമ്മൾ പുറത്തിറങ്ങാൻ പോകുന്നത്. പക്ഷെ കൂടെ ഒരു ഗുണങ്ങളുണ്ട്, നമ്മൾക്ക് ഒരു MTech കൂടെ കിട്ടും. പിന്നീട് നമ്മൾ ഈ റിസർച്ചോ അങ്ങനെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ഗുഡ് തിങ് ഫോർ യു. കാരണം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ DGFS ഒള്ളി മാത്രം അപ്ലൈ ചെയ്യാം, CGF മാത്രം അപ്ലൈ ചെയ്യാം, ഇനി ബോത്ത് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമ്മൾ ഡിസൈഡ് ചെയ്യണം ഏത് വി നീഡ് ടു ടേക്ക്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടാണ്, യു ക്യാൻ ചാറ്റ് ഓൺ ദിസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇട്ടാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും.
അപ്പൊ എനിവേ നമ്മുടെ സ്റ്റൈഫൻഡിനെ കുറിച്ച് പറഞ്ഞത് 74,000 ആണ് ഏത് ട്രെയിനിങ് പീരീഡിലാണ് ഈ പറഞ്ഞത്. പിന്നെ ബുക്ക് അലവൻസ് ഒരു 33,000 ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കോണ്ടിജൻസി ഗ്രാൻഡ് 16,000 ഉണ്ട്. 2 years ടു മീറ്റ് ഈ എംടെക് പ്രോജക്ട് റിലേറ്റഡ്. അതിനെല്ലാം കൂടെ ഒരു 4 lakh അണ്ടറിനകത്ത് ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആ ട്രെയിനിങ് പീരീഡിലുള്ള കാര്യങ്ങളാണ്. ഇതിന് ശേഷം പറയുന്നത് ലെവൽ 10 പേ സ്കെയിൽ നമ്മൾ പറയുന്നത് 56,000 ആണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, 1,34,000 ആണ് വിത്ത് അലവൻസ്, നമ്മുടെ ഹൗസ് അലവൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന സാധനം. അപ്പൊ ഇനി പറഞ്ഞു വരുന്നത് സെലക്ഷൻ പ്രോസസ് ആദ്യം ഉള്ളത് നമ്മുടെ എന്ത് തന്നെയാണ്, ഗേറ്റ് തന്നെയാണ്. ഗേറ്റ് പേപ്പർ വെച്ചിട്ട് നമുക്ക് കിട്ടും. ഓൺ ദ ബേസിസ് ഓഫ് അടുത്ത് നമ്മൾ പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഓൺലൈൻ എക്സാം. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഓൺലൈൻ എക്സാം വഴി കിട്ടുന്നതാണ്. അപ്പൊ രണ്ട് വഴിയിലും ഇവര് എടുക്കുന്നുണ്ട്. ഈ പറയുന്ന ഗേറ്റ് എക്സാമിന്റെ ഒരു പ്രശ്നം എന്താ ചോദിച്ചാൽ കോമ്പറ്റീഷൻ ഇസ് ടു ഹൈ ആണ്. അവിടെ നിന്ന് വരുമ്പോൾ തന്നെ കട്ട് ഓഫ് മാർക്ക് വളരെ വളരെ ഹൈ ആണ്. കട്ട് ഓഫ് മാർക്ക് വരാൻ പോകുന്ന ഗേറ്റിന്റെ ഈ പറയുന്ന ഏതിന്റെ നമ്മുടെ മാർക്കിന് വേണ്ടി എടുക്കുന്ന വളരെ ഹൈ ആണ്. പക്ഷെ അവരുടെ തന്നെ പരീക്ഷയാണെങ്കിൽ 50% മണ്ടയ്ക്കിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ അവിടെ പെർഫോം ചെയ്യേണ്ടതുണ്ട്. ബട്ട് യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഈ പറഞ്ഞ DFS വേണോ, OGS, OGCS വേണോ എന്നുള്ളതൊക്കെ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ അടുത്ത നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ OGCS-ഉം DGFS 2000 പ്രോഗ്രാമാണ്. അതിന് ഓൺലൈൻ ഗേറ്റ് എക്സാം വഴി അപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞു വന്ന് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ ചോദിച്ചാൽ ഇവിടെ അറ്റ് ദ ടൈം ഓഫ് ആപ്ലിക്കേഷൻ എലിജിബിൾ ടു കട്ട് ഓഫ് ഗേറ്റ് സ്കോർ സ്ക്രീൻ സെലക്ഷൻ ഇന്റർവ്യൂ വിൽ ബി ഫൈനലൈസ്ഡ് ഓൺലി ആഫ്റ്റർ കൺക്ലൂഷൻ ഓഫ് ദി ഓൺലൈൻ എക്സാമിനേഷൻ. Candidates are advised to minimize their chance for being screened the selection interview by more than one of the screening channel. Option gate score, online exam, CGPA score. ഈ CGPA സ്കോർ എല്ലാവർക്കും വാലില്ല, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്കൊന്നും. കാരണം ഇത് പ്രത്യേകമുള്ള ചില മുംബൈയിലെ കോളേജുകളിലേക്കാണ് ഈ പറഞ്ഞ ഇതൊക്കെ ആപ്ലിക്കുക CGPA വെച്ചിരിക്കുന്നത്. നമുക്കിപ്പം പറയുമ്പോൾ കേരളത്തിൽ നമ്മുടെ സ്റ്റുഡൻസിന് പറയുമ്പോൾ 2 മാർഗമാണുള്ളത്. ഒന്ന് ഗേറ്റ് സ്കോറും ഒന്ന് ഓൺലൈൻ എക്സാംസും. അപ്പൊ അവിടെ ഒരു കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഗേറ്റ് ഇല്ലാതെ കോഴ്സ് ചെയ്യാൻ പറ്റുന്ന വേറെ PSUs-നെ കുറിച്ച്. അവിടെ നമ്മൾ ഇത് സംസാരിച്ചിട്ടില്ല. കാരണം എന്താ ചോദിച്ചാൽ സയന്റിസ്റ്റ് പോസ്റ്റുകളായ 3 ഏതൊക്കെ നമ്മുടെ ഈ പറഞ്ഞു വന്ന ബാർക്ക്, ISR, ഗേറ്റ്, DRDO എന്നൊക്കെ പറയുന്ന 3 ബാർക്ക്, ISR, DRDO, ഇത് 3 സയന്റിസ്റ്റ് പോസ്റ്റുകൾക്ക് സപ്ലിമെന്ററി അവർ എക്സാം നടത്താറുണ്ട്. ഓക്കെ. അപ്പൊ ഇനി എല്ലാത്തിനും കാരണം ഈ പറഞ്ഞു വന്ന CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എടുക്കും. അതിൽ നല്ല എല്ലാ പറഞ്ഞ സിറ്റീസിലും ഉണ്ടാകും. പറയുന്ന ഡ്യൂറിങ് ഓൺലൈൻ രജിസ്ട്രേഷൻ സബ്ജക്ട് ടു അവൈലബിലിറ്റി അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. സിറ്റീസ് നിങ്ങൾക്ക് ബാക്കിയുള്ള ഇമെയിലും കാര്യങ്ങളും എല്ലാം വരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതിയാവും. അപ്പൊ ഇനി പറയുന്നത് സ്കോർ ഗേറ്റ് സ്കോർ ഓൺലി ബേസിസ് അവർ CGPA സ്കോർ ഓൺ ഈ പറഞ്ഞു കഴിഞ്ഞാൽ will allotted to an examination slot in the online examination gates. അതെല്ലാം ഓക്കെയാണ്, നിങ്ങൾ വായിച്ചാൽ മതിയോ. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 3 വഴിയാണുള്ളത്. അതിൽ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള 2 വഴി. ഒന്ന് ഗേറ്റ് എഴുതുക, 2 ഇവരുടെ തന്നെ ഇവിടെ എഴുതാൻ വരുമ്പോൾ 3 രീതികളുണ്ട്. ഒന്ന് CGCS എന്ന് പറഞ്ഞിട്ടുണ്ട്, DGFS എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 ഫോമിലും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, 2ഉം ട്രെയിനിങ് തന്നെയാണ്. ഒന്ന് ബാർക്കിന് തരുന്ന ട്രെയിനിങ്, അതൊരു വർഷത്തെയാണ്. അപ്പൊ അവർക്കുള്ള അഡ്വാൻറ്റേജ് എന്താ ചോദിച്ചാൽ 1 വർഷം കഴിഞ്ഞ വളരെ ജോലിക്ക് കയറാം. പക്ഷെ എന്നാൽ രണ്ടാമത് ചെയ്യുന്ന DGFS വഴിയാണെങ്കിൽ IIT-യിലും NIT-യിലും പോയി ഇവർ കൊണ്ട് പഠിപ്പിക്കും. 10,000 മന്ത്ലി ഇത് തന്നിട്ട് ആ 2 വർഷം കഴിഞ്ഞ് പുറത്തിറക്കുമ്പോൾ ഇവർ തന്നെ ജോലിക്കെടുക്കും. പക്ഷെ അവിടെ കൂടെ തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു MTech ഡിഗ്രിയോടെ കിട്ടും. ആഫ്റ്റർ ഓൾ യു ആർ ഗോയിങ് ടു ഇൻട്രസ്റ്റഡ് ടു ഗോ ഫോർ ഈ പറഞ്ഞു വന്ന നമ്മുടെ ഹയർ സ്റ്റഡീസോ അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ എന്താ പറയുക റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ യു ആർ സപ്പോസ് ടു ഗോ ഫോർ DGFS. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ DGFS 2025 ആണ് കുറച്ചുകൂടെ ഫോർ ദി MTech പ്രോഗ്രാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി പറഞ്ഞ സെലക്ഷൻ ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഷോർട്ട് ലിസ്റ്റഡ് കുട്ടികൾക്ക് മാത്രമാണ്.
conducted in Mumbai in all disciplines except geology. ഹൈദരാബാദാണ് ജിയോളജി കിടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞു വന്ന മെയ് ജൂൺ സമയങ്ങളിലായിരിക്കും എക്സാം വരുന്നത്. ഈ പറയുന്ന നമ്മുടെ ഏപ്രിൽ 25 ആ സമയത്തായിരിക്കും നമ്മുടെ എക്സാംസ് നടക്കാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പോൾ ഫൈനൽ സെലക്ഷൻ ഓഫ് OGFS പ്രോഗ്രാം വിൽ ബി ബേസ്ഡ് സോൺലി ഓൺ ദി പെർഫോമൻസ് ഓഫ് ദി സെലക്ഷൻ ഓഫ് ഇന്റർവ്യൂ ആൻഡ് സബ്ജക്ട് ടു മെഡിക്കൽ ഫിറ്റ്നസ്. ഉറപ്പായിട്ടും അതൊക്കെ വേണ്ടത് തന്നെയാണ്. ഓക്കെ, ഇനിയും ക്വാളിഫയിങ് ഡിഗ്രി എന്ന് പറഞ്ഞത് ഈ പറയുന്ന എന്ത് തന്നെയാണ്, നമ്മുടെ BTech തന്നെയാണ്, എഞ്ചിനീയറിംഗ്. ഈ പറയുന്ന ഇതൊക്കെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം തന്നെയാണ്. ഇനി നമ്മൾ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ആർക്ക് കമ്പ്യൂട്ടർ സയൻസ് പറഞ്ഞ ഇലക്ട്രോണിക്സ്, നമ്മുടെ ഇലക്ട്രിക്കല്, കമ്പ്യൂട്ടർ സയൻസ്, കെമിക്കല്, മെക്കാട്രോണിക്സ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സിവിലുകാരും മെക്കാനിക്കലുകാരും എല്ലാം വരുന്നുണ്ട് ഇവിടെ. അവിടെ MSCക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. MSc ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകാർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ എഞ്ചിനീയറിംഗ് കാര്യം മാത്രം പറയുമ്പോഴത്തേക്കും എഞ്ചിനീയേഴ്സിന് കെമിസ്ട്രിയൊക്കെ നമ്മൾ പറഞ്ഞു, കെമിസ്ട്രി ഗെയിൻ പേപ്പർ വെച്ച് അപ്ലൈ ചെയ്തവർക്ക് നമുക്ക് പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. ബയോ സയൻസ് ഡിസിപ്ലിനുകാർക്കും എല്ലാം പറ്റും. ജിയോളജി ഡിസിപ്ലിന് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട്. അഡ്മിഷൻ ടു DGFS. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ക്വാളിഫൈഡ് ഡിഗ്രി മെക്കാനിക്കൽ എഞ്ചിനീയർ നമ്മൾ പറഞ്ഞു, കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെറ്റലർജി, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻസ്ട്രുമെന്റേഷൻ, സിവിൽ എഞ്ചിനീയർ, നമ്മുടെ എല്ലാ മെയിൻ ഇതും വന്നിട്ടുണ്ട്. MTech അഡ്മിഷൻ ടു ബി കമ്മ്യൂണിക്കേറ്റഡ് 14th July 2025. ജനറൽ കാറ്റഗറിക്കുള്ള ഏജ് ലിമിറ്റ് 26 ആണ്, OBCക്ക് 29 ആണ്, SC/STക്ക് 31 ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി നമ്മൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ നാഷണാലിറ്റി എന്തായിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം നിർബന്ധമുണ്ട്. ഇനിയും ഫീസ് 500 ഇനി വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ കോച്ചിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞു വന്ന 2 രീതിയിലാണ് കോച്ചിങ് ഉള്ളത്. ഒന്ന് ഓൺലൈൻ തന്നെയാണ്, ഒന്ന് ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് ആണ് ഈ പറഞ്ഞു വന്ന നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതിന്റെ കൂടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, എക്സാംസ് അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ അതേ രീതിയിൽ ബാക്കി എക്സാമിന് വരുന്ന അതേ പാറ്റേണിലാണ് നിങ്ങൾക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഇതായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വീക്ക്ലി എക്സാംസും അതനുസരിച്ച് ഈ പറയുന്ന എക്സാമിന്റെ രീതിയിലുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ അവൈലബിൾ ആയിരിക്കും, ക്ലാസ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കോച്ചിങ്ങിന്റെ ഭാഗം. അപ്പൊ നമ്മുടെ ഡേറ്റ് വരുന്നത്, നമ്മുടെ കോച്ചിങ്ങിന്റെ ഡേറ്റ് വരുന്നത് 10th ജാനുവരിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഈ സ്റ്റാർട്ടിങ് ഡേറ്റ് തന്നെയായിരിക്കും നമ്മുടെ അഡ്മിഷന്റെ എൻഡിങ് ഡേറ്റും. കാരണം പിന്നീട് അഡ്മിഷൻ എടുക്കുന്നതാണ് എൻഡിങ് ഡേറ്റ് 10th തന്നെയായിരിക്കും. ഒറ്റ അഡ്മിഷൻ ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന ഈ ദിവസങ്ങളിലെല്ലാം തന്നെ അഡ്മിഷൻ ഉണ്ടാവും. വേണ്ടവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു പ്രത്യേകത പറയാം, ഈ പറയുന്ന ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ പറയുന്ന ബാർക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ പറയുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ തന്നെ ഞാൻ ഒരു എന്തിടുന്നുണ്ട്, നമ്മുടെ ഗൂഗിൾ ഫോം ഇടുന്നുണ്ട്. ആ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസും ബാർക്ക് എങ്ങനെ എഴുതാവുന്നു, നമ്മുടെ കോച്ചിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ ബന്ധപ്പെട്ട് പറയുന്നതായിരിക്കും, നമ്മുടെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട് പറയുന്നതായിരിക്കും. ഹൗ ടു അപ്ലൈ ഇതൊക്കെ നിങ്ങൾ വന്ന് പോയി നോക്കിയാൽ മതി. നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ജസ്റ്റ് പ്രിലിമിനറി സ്റ്റേജ് വെരിഫിക്കേഷൻ, രജിസ്ട്രേഷൻ, ഇമെയിൽ ID, രജിസ്ട്രേഷൻ മൊബൈൽ നമ്പർ. നമ്മൾ മറ്റേ ഗേറ്റ് ചെയ്യുമ്പോൾ അറിയാം നമുക്ക് ഇത് പറയാനാണ്. ആദ്യം ഇമെയിൽ ID, നമ്മുടെ മൊബൈൽ നമ്പറും ഒക്കെ കൃത്യമായിട്ട് കൊടുക്കണം. ആപ്ലിക്കേഷൻ, കാൻഡിഡേറ്റ്, ഹോം പേജ്, പേഴ്സണൽ ഇൻഫർമേഷൻ, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, സ്ക്രീനിങ് ഇൻഫർമേഷൻ, അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ പറയുമ്പോൾ പേയ്മെന്റ് സ്റ്റേജ്, ആഫ്റ്റർ പേയ്മെന്റ് ജനറേഷൻ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ലഭിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് രജിസ്ട്രേഷൻ, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ജനറൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനി പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാറ്റഗറിയാണ്. മെക്കാനിക്കലുകാർക്കുണ്ട് പേപ്പർ ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടെ തന്നെ നമ്മുടെ ഈ പറഞ്ഞു വന്ന ഓറിയന്റേഷൻ ഓഫ് ട്രെയിനിങ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോക്കി കാണാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റ് ഓഫ് സിറ്റീസും CBT ഓൺലൈൻ എക്സാംസ്, ഏതൊക്കെ സ്ഥലങ്ങളിൽ എക്സാംസ് ഉണ്ടെന്നുള്ളതാണ് നോക്കുന്നത്. നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം, നമ്മുടെ ഈ പറഞ്ഞു വന്ന എന്തുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ട്രിവാൻഡ്രം കാണുന്നുണ്ട്, ശരിയല്ലേ? നമുക്ക് വേറെയും നമ്മുടെ സിറ്റീസ് ഉണ്ടാകേണ്ടതാണ്, നമ്മുടെ കൊച്ചിയൊക്കെ ഉണ്ടാകേണ്ടതാണ്.
കോഴിക്കോടുണ്ട്. അപ്പോൾ പിന്നെ കൊച്ചി എന്തായാലും ഉണ്ടാകേണ്ടതാണ്. കൊച്ചി അല്ലെങ്കിൽ എറണാകുളം ഉണ്ടാകേണ്ടതാണ് അല്ലേ? എറണാകുളം താഴെയായിരിക്കും. എറണാകുളം ഉണ്ട് കാണുന്നത് വിശ്വസിക്കും. അപ്പോൾ 3 സ്ഥലങ്ങളിൽ നമ്മൾ പരീക്ഷ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിവേ എല്ലാവർക്കും ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കട്ടെ. കാരണം ഇവരുടെ സീറ്റ്സ് വളരെ കൂടുതലാണ്. നമ്മൾ ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാം, പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം, ഇത് ഫൈനൽ ഇയറുകാർക്ക് ആൻഡ് പാസ് ഔട്ട് സ്റ്റുഡൻസിനാണ് ഈ എക്സാംസ് എഴുതാം. നമുക്കറിയാം ഗേറ്റ് എക്സാമിനേഷൻ നമുക്ക് ഈ പറഞ്ഞ 3rd ഇയറുകാർക്ക് അല്ലെങ്കിൽ 6th സെമ്മുകാർക്ക് അല്ലെങ്കിൽ 5th സെമ്മുകാർക്ക് എഴുതാം. പക്ഷെ ഈ പറയുന്ന എക്സാമിനേഷൻ ഫൈനൽ ഇയറുകാർക്കും ഈ പറയുന്ന പാസ്ഔട്ടുകാർക്കും മാത്രമുള്ള എക്സാം. ഓക്കെ. അപ്പൊ എനിവേ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഇതിന്റെ പഠിക്കേണ്ട രീതി എങ്ങനെയാണ്, എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അടുത്ത വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ ടേക്ക് കെയർ, ബൈ.